15,000 താഴെയൊക്കെ നമ്മളൊരു നല്ല ഫോൺ അന്വേഷിച്ചുകൊണ്ട് എവിടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ചാലും ഏതൊക്കെ ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോ കണ്ടാലും അതിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണാണ് പോക്കോയുടെ M സീരീസ് ഫോണുകൾ. ഇന്ന് ആ സീരീസിലെ ഒരു പുതിയ ഐറ്റം വരികയാണ്, പോക്കോ M6 ഇതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ്. കണ്ടു നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഇതാണ് പോക്കോ M6 ബോക്സ്. മുകളിൽ തന്നെ ഒരു ബോക്സ് ഉണ്ട്. പോക്കോ എന്ന് എഴുതിയ ബോക്സിൽ നമുക്ക് കേസ്, ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവ് പോലെ ഇരിക്കുന്നുണ്ട്. അക്കൗണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോണിലേക്ക് വരാം. സോ അപ്പോൾ ഇങ്ങനെയാണ് ഫോണിന്റെ ഡിസൈൻ. കൂടുതൽ പറയാം, അതിനു മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഒരു ചാർജർ 33 വാട്ടിന്റെ, പിന്നെ ടൈപ്പ് C ടു ടൈപ്പ് A കേബിളും വരുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം, ഫോണിലേക്ക് വരാം. സോ ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഗ്ലാസ് ബാക്കും കാര്യങ്ങളൊക്കെയാണ്. സോ ഒരു പ്രീമിയം ഫീൽ നമുക്ക് അവിടെ തന്നെ കാണാം. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിലുള്ള ഫോണാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. താഴെ ടൈപ്പ് C പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗിൽ, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണും കാണാം. ടോപ്പിൽ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. 3.5mm ജാക്കും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ. ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു സ്പെഷ്യൽ സംഭവം വന്നിട്ടുണ്ട്, റിംഗ് ലൈറ്റ്. ബാക്കിലെ ഫ്ലാഷ് ഒരു റിംഗ് ലൈറ്റ് രൂപത്തിലാണ് വന്നിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്മൂത്ത് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും കാണാനില്ല. 8.3mm ആണ് തിക്നെസ് വരുന്നത്. 203 ഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. കൂട്ടത്തിൽ IP53 റേറ്റിംഗും വരുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വരുന്നത്. ഓവറോൾ നന്നായിരിക്കുന്നു. പിന്നെ ഈ ഫോൺ വരുന്നത് 3 കളറിലാണ് കേട്ടോ. ഒന്ന് മിസ്റ്റി ലാവൻഡർ, മറ്റൊന്ന് ഐസ് സിൽവർ, പിന്നെ ഒന്ന് ഗ്രാഫൈറ്റ് ബ്ലാക്ക്. സോ ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നൈസ് പെർഫോമൻസ് ആണ്, യാതൊരു ഇഷ്യൂസും ഇല്ല. കാരണം ഇതിൽ ഓൾറെഡി സ്നാപ്ഡ്രാഗൺ 4 Gen 2 AE എന്ന പ്രോസറാണ് ഇരിക്കുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള ഡേ ടു ഡേ ടാസ്ക് നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും നടക്കുന്നതാണ്. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. പിന്നെ അത്യാവശ്യം ഇതുപോലുള്ള ചെറിയ ഗെയിമുകൾ, അസ്ഫാൾട്ട് ഇതുപോലുള്ള ഗെയിമുകളൊക്കെ ഞാനിട്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ചെറുകിട ഗെയിമും തീർച്ചയായിട്ടും കളിക്കാൻ പറ്റും. 460 ആന്റിറ്റി സ്കോർ ഒക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അതൊക്കെ ഡീസന്റ് സ്കോർ എന്ന് പറയാം. ഇതിന്റെ ബേസ് മോഡലായാലും കൂടിയ മോഡലായാലും രണ്ടിലും 128 GB സ്റ്റോറേജ് വരുന്നുണ്ട്. 6GB RAM 128 GB സ്റ്റോറേജ്, അല്ലെങ്കിൽ 8GB RAM 128 GB സ്റ്റോറേജ്. സോ റാം സ്റ്റോറേജ് ഒന്നും പ്രശ്നമില്ല. ഇനി ഈ ഫോണിൽ വരുന്നത് Xiaomi HyperOS ആണ്. അത് തന്നെ Android 14 ബേസ്ഡ് ആണ്. 2 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ടോട്ടലി പെർഫോമൻസിന്റെ ഭാഗത്ത് വേറെ അപാകതകളൊന്നും കാണാനില്ല. നൈസ് ആയിരിക്കും. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേ നമ്മൾ പറഞ്ഞു പഞ്ച് ഹോൾ ക്യാമറ ഡിസ്പ്ലേ ആണെന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ വിഷ്വലൊക്കെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ഡീസന്റ് ആണ്. 6.79 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. ബ്രൈറ്റ്നസിലേക്ക് വന്നു കഴിഞ്ഞാൽ 450 നിറ്റ്സിന്റെ ആണ് നോർമൽ ബ്രൈറ്റ്നസ്. ഹൈ ബ്രൈറ്റ്നസ് മോഡ് 550 നിറ്റ്സ് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാമായിരുന്നു, പക്ഷേ വിസിബിലിറ്റിക്ക് ഒന്നും കുഴപ്പമില്ല. ഞാൻ പുറത്തൊക്കെ ഉപയോഗിച്ച് നോക്കി. എന്നാലും നിങ്ങൾക്ക് ആ ഒരു കണക്ക് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. പിന്നെ വൈഡ് ബാൻഡ് 11 സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. സോ HD തന്നെ കണ്ടന്റുകളൊക്കെ സ്ട്രീം ചെയ്ത് കാണാം. സോ അപ്പോൾ ഡിസ്പ്ലേക്ക് വേറെ അപാകതകളൊന്നുമില്ല. നല്ല ഡീസന്റ് ക്വാളിറ്റിയാണ്. ഇനി ഇതിന്റെ ക്യാമറ 108 മെഗാപിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. 3x ഇൻ സെൻസർ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2 മെഗാപിക്സലിന്റെ മാക്രോ സെൻസറും വരുന്നുണ്ട്. 108 MP മോഡിൽ നമുക്ക് ഇമേജുകൾ എടുക്കാൻ സാധിക്കും. അതാണ് ഈ കാണുന്നത്. 13 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. അതിന്റെയും ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ആണ് ഈ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത്. മെയിൻ ക്യാമറയിലും അതേപോലെ സെൽഫി ക്യാമറയിലും രണ്ടിന്റെയും സാമ്പിളുകൾ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ക്യാമറ ഈ കാണുന്ന രീതിയിലാണ് ഉള്ളത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഐഡിയ കിട്ടും ക്യാമറ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും ക്യാമറയുടെ കാര്യം പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കൂ. ഇനി ഇതിന്റെ ബാറ്ററി 5030 mAh ആണ്. 33 വാട്ടിന്റെ ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. പിന്നെ കോൾ, നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിലും ഈ ഫോണിൽ വേറെ അപാകതകളൊന്നുമില്ല. ഡുവൽ സിം, ഡുവൽ 5G തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിലും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ Wi-Fi 5, ബ്ലൂടൂത്ത് 5 തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റിയുടെ ഭാഗത്ത് വരുന്ന ഘടകങ്ങൾ. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ പതിവ് പോലെ മോട്ടോയുടെ അടുത്ത ഒരു M സീരീസ് ഓൾറൗണ്ടർ ഫോൺ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും കമന്റായി ഷെയർ ചെയ്യാം. ഇനി ഈ ഫോണിന്റെ പ്രൈസ് നോക്കിയാൽ 6GB RAM 128GB സ്റ്റോറേജിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് 11,999 ആണ്. അതേപോലെ 8GB 128GB സ്റ്റോറേജ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 13,499 രൂപയാണ്. ഇതെല്ലാം ഇൻക്ലൂഡിംഗ് ഓഫർ ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇതിന്റെ സെയിൽ ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. 12 PM ഫ്ലിപ്കാർട്ടിലാണ്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഫോണിന്റെ കൂടെ പോക്കോ നമുക്ക് ഇതും കൂടി അയച്ചിട്ടുണ്ട്, പോക്കോ ബഡ്സ് X1. ഒന്ന് പറഞ്ഞേക്കാം, ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമല്ലോ. നല്ലൊരു മഞ്ഞ കളറൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ കാണാം. നല്ല രസമായിട്ട് ഒരു കാര്യം ആദ്യം തന്നെ ഫീൽ ചെയ്ത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. വളരെ ഫെദർ ലൈറ്റ് എന്ന് പറയുന്ന തരത്തിൽ ലൈറ്റ് വെയിറ്റ് ആണ് ഈ സംഭവം. 12.4mm ഡ്രൈവറാണ് ഈ ബഡ്സുകളിൽ വരുന്നത്. സോ സൗണ്ടിന് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നല്ല ബേസൊക്കെ ആയിട്ട് നൈസായിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. പിന്നെ കോളിന്റെ ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് 2 മൈക്ക് വീതം ഓരോ ഇയർബഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അതും തീർച്ചയായിട്ടും നല്ല ഘടകമായി. അപ്പോൾ തന്നെ 40 dB ഹൈബ്രിഡ് നോയ്സ് ക്യാൻസലേഷൻ ആണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ക്വാളിറ്റിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കേസിൽ 480 mAh ബാറ്ററിയാണ് വരുന്നത്. ഇയർബഡുകളിൽ 45 mAh ബാറ്ററിയും വരുന്നുണ്ട്. ബാറ്ററി ലൈഫ് ഒക്കെ ഒരു 5-6 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടും. അതായത് 7 മണിക്കൂറാണ് ഇവർ പറയുന്നത്. ഒരു 50% വോളിയത്തിൽ ANC ഓഫ് ചെയ്താണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. കേസ് അടക്കം ഉപയോഗിക്കുകയാണെങ്കിൽ ഹെവിയാണ്. അതായത് 36 അവർ വരെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെന്തായാലും അങ്ങനെ വരുള്ളൂ. നമ്മളിത് വെച്ചെടുത്താൽ തന്നെ ഉപയോഗിക്കുള്ളൂ. സോ 36 അവറിന്റെ ഒരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. പിന്നെ മൊത്തത്തിൽ ഇത് ടച്ച് കൺട്രോൾ ആണ്. നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ്, പൗസ്, പ്ലേ എല്ലാ സംഭവങ്ങളും അടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ തീർച്ചയായിട്ടും നല്ലൊരു ബഡ് ആയിട്ടുണ്ട്. വളരെ ലേറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ ഒരു ബഡ് നോക്കുന്നവർക്ക്
നല്ലതാണ്. ഈ ബഡ്സ് X1 പ്രൈസ് വരുന്നത് 1699 രൂപയാണ്, ഓഫർ അടക്കം. ടോട്ടലി ഇയർബഡ് ആയാലും ശരി, ഫോൺ ആയാലും ശരി, രണ്ടും വളരെ നന്നായിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റായി ഷെയർ ചെയ്യുക. രണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.